ഇത് വട്ടം വട്ടം നാരങ്ങ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ലക്കി മോൻ രാവിലെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേക്ക് ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങളൊരു മിനി ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്, നമ്മുടെ ഭഗവത് ഭജൻസ് കൈകൊട്ടിക്കളി ടീംസ്. അപ്പം എന്താ പറയുക, അതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം ഇവനെയും കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങുവാണെങ്കിൽ ഞാൻ അവിടെ പോയി കിടത്തുമ്പോൾ അവ എണ്ണിക്കും. അപ്പം ന്യൂ ബോൺസ് മമ്മീസിന് അറിയാമായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് മാറത്തേ ഇല്ല, കാരണം അവനറിയാം ഞാൻ ദിവസം ടാറ്റ പോകുന്ന കാര്യം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് ഫോൺ കൈ പിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തിട്ട് അങ്ങ് പോകുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ അച്ഛൻ ഞങ്ങൾ എന്താ പറയുക ട്രാവലർ കിടന്നിടത്ത് കൊണ്ടാക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും അമ്മയും ലക്കിയും പിന്നെ നഞ്ചേട്ടൻ പിന്നെ പുല്ലൊരു തൂക്കാലത്തിനോട് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലക്കി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഇന്ന് ബസ്സിലാണല്ലേ യാത്ര ചെയ്യുന്നത്, എവിടെ പോവാണെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പം മിനിയമ്മയൊക്കെ ചുരിദാറിലൊക്കെ ഇട്ട് തിളങ്ങാണ് ഗൈസ്. അപ്പം ഒരാളും കൂടെ വരാറുണ്ട്, അയാൾ വരുന്നതായിരിക്കും, സുധാമണി അമ്മ. നമ്മൾ ആ വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മാളുമൊക്കെ വന്ന് ഇരിക്കുകയാണ്. മാളുമാണ് ലാസ്റ്റ് വന്നത് കേട്ടോ, അതിന് മുമ്പാണ് ഞാൻ വന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് സെറ്റായി വണ്ടിയൊക്കെ എടുത്തു. അങ്ങനെ ഏത് റീൽസൊക്കെ ചെയ്യണമെന്ന് ശില്പിച്ച് നോക്കുകയാണ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ശാലിച്ചേച്ചി ബബിൾക്കൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും വിളിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞത്, എൻ്റെ അടുത്ത് ബബിൾക്കൊക്കെ വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ അവസാനം ബബിൾക്കൊക്കെ മേടിച്ച് ഞാൻ കഴിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം ഭയങ്കര ചില്ലായിട്ട് ഇരിക്കുകയാണ്. അപ്പം എപ്പോൾ പാട്ടിടും അപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി ചാടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കുട്ടികൾ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ആൾ സുധാമണിയമ്മ. അപ്പം സുധാമണിയമ്മ മിനിയമ്മയാണ് നമ്മുടെ ഭഗവത് ഭജൻസ് കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഇരിക്കുന്നതാണ് ജിജിയാണ്. ജിജിയാണനാണ് നമ്മുടെ കൂട്ടായ്മയുടെ മാനേജർ. അപ്പം നമ്മളെല്ലാം ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും നല്ല ഓളത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെതിയെ സംസാരിച്ച് തുടങ്ങി നമുക്കിനി ഒരു വൈബിലേക്കാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വിനോദയാത്രയല്ലേ, ഡാൻസൊക്കെ കളിക്കണ്ടേന്ന്. പക്ഷേ ഡാൻസൊക്കെ കളിച്ചു ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് പാലരുവിയിലെത്തി. പാലരുവിയിലെ ക്യൂ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമിൽ എടുത്തപ്പോഴാണ് അതിലൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇത് നമ്മുടെ നിവേദ്യ മോള്, അതേപോലെ ധൃതി, ജ്യോതിക, ദേവിക, സുധാമണി അമ്മ, ടീനേച്ചി, ശില്പേച്ചി, ശാലുവേച്ചി. അപ്പം ശാലുവേച്ചി എപ്പോഴും ബിസിയാണ് കേട്ടോ, പിന്നെ നമ്മൾ വിളിക്കുമ്പം ആ ഒരു ഇത് തരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ അതിര വാവയെന്ന് വിളിക്കും ഇവിടെ. ഇത് മാളുവാണ് പുറകെ നിൽക്കുന്നത്. എന്തൊരു നിഷ്കളങ്കയാണല്ലേ, ഇവളെന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിരുമ്പോഴേ അവൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അറിയാതെ നിൽക്കാൻ ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അവൾ. അവളുടെ അനിയത്തിയാണ് ചിപ്പി. ഇത് നമ്മുടെ മിനിയമ്മ ചന്തുവിൻ്റെ അമ്മ രാജശ്രീ ആൻറ്റി. അപ്പോൾ മിനിയമ്മ ഹായ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ വരും കേട്ടോ, അപ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശ്രുതിയും പിന്നെ സ്വാതിയും പിന്നെ ഒരെണ്ണോട് ധൃതിയാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടത്. ഇവർ മൂന്നുപേരും സിബ്ലിങ്സാണ്. ആ നിൽക്കുന്ന ചുമന്ന ഷോള അമ്മയാണ് കേട്ടോ. അത് ബാക്കിൽ നിന്ന് മഞ്ഞ ഒരു ഉടുപ്പിട്ട ആൻറ്റിയാണ് ദിയയുടെ അമ്മയാണ് കേട്ടോ ആയിരിക്കുന്നത്. പിന്നെ ഇത് ജിജിയാണ്. പിന്നെ നഞ്ചയുടെ നൈസിന് സ്കിപ്പാവണം ഗൈസ്, ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന പോലെ. പക്ഷേ എന്താ ഞാൻ അതുകൊണ്ട് സൂം ചെയ്തങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ലക്കി അമ്മ എന്തിന്, ലക്കി അമ്മ എന്തോ ഒരു മരിച്ചുകൂട്ടിൽ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ക്യൂ നിന്ന് വരുമല്ലേ, അപ്പം ക്യൂ ഒക്കെ അപ്പോൾ അവിടെ എത്താൻ അമ്മ കയറിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പം എന്താ പറയുക, നമ്മൾ ടിക്കറ്റ് കൗണ്ടറും പിന്നെ അവിടെ സുധാമണിയമ്മ ഇരിക്കുന്നത് കണ്ടോ, റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. പിന്നെ കലയമ്മയുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും പാലരുവിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ തെന്മലയിൽ വന്നിട്ടുണ്ട്, ലുക്ക് ഔട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാലരുവി വരണം എന്ന് വിചാരിച്ച് വന്നു ഗൈസ്. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് പാലരുവിയിലോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമേ തുടങ്ങുമ്പോൾ ഒരു ലൈനായിരുന്നെങ്കിലും ഇപ്പം വന്നതൊരു 4 ലൈനായി. പിന്നെ ഞങ്ങളുടെ മിനിയമ്മ ശക്തമായി പ്രതികരിക്കുകയാണ്. അത് ചെന്നൈ ടീംസാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നത്. അപ്പം അവർ പറയുന്നത് 400 കിലോമീറ്റർ അങ്ങാണ്ട് താണ്ടി അവർ വന്നത്, നിങ്ങൾക്ക് അടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളോട് തമിഴ് സംസാരിക്കുന്ന കുറച്ച് പേരുണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്, രക്ഷപ്പെട്ടു.
അങ്ങനെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം, ആ റീൽസ് എടുക്കണം, ഈ റീൽസ് എടുക്കണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ചെന്നൈ ടീംസിനോട് പറഞ്ഞു ഗൈസ് നമ്മൾ കൈകൊട്ടിക്കളിയുടെ അതിൽ നിന്ന് വരുന്നതാണ്, അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചാനൽ നടക്കാമെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ചാനൽ ഇങ്ങോട്ട് വാ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം മഴ പെയ്യുന്നൊരു പേടി ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങൾക്കൊരു പ്രോഗ്രാം തരണേ. എന്ത് പ്രോഗ്രാം? കൈകൊട്ടിക്കളി. തിരുവാതിര. അപ്പോൾ ഗായ്സ് പാലരുവിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം എക്സ്പീരിയൻസ് ചെയ്താലല്ലേ ഇതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ കുറേ കാര്യം മണ്ഡപമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി പാലരുവിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം എവിടെ അരുവി നോക്കുകയാണ് ഗൈസ്. പക്ഷേ കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഇവിടെയും നമുക്ക് വുമൺ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം മിനിയമ്മയൊക്കെ നേരത്തെ വന്നതാണ് ഫസ്റ്റ് ട്രിപ്പ്. ഇപ്പോഴേ പുതച്ച് മൂടിയപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി പുതച്ച് മൂടി, എനിക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മണ്ഡപമൊക്കെ കൽമണ്ഡപമൊക്കെ കണ്ടില്ലേ, പഴയ പുരാതന. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്താ അപ്പം ഇയാൾ നേരത്തെ വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടു ഇടി പഴയ കൊട്ടാരത്തിന്റെ ഭാഗമാണെന്ന്. എനിക്കറിയാമേല, നഞ്ചേട്ടാ പറഞ്ഞേ. നഞ്ചേട്ടാ അതെന്തോ കൊട്ടാരം? ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ്. നമ്മൾ വണ്ടിയിലാണ് വന്നത്. വണ്ടിയിൽ വന്നിട്ട് ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ വന്ന് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ വന്നിട്ടാണ് പാലരുവി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നഞ്ചേട്ടൻ അവനെയും കൊണ്ട് ഫ്രണ്ടിൽ പോവാണ്. കുറെ കയറാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലരുവിയിലാണ്. എന്താ പറയാ, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ വല്ലാത്തൊരു ഇതിൽ നിൽക്കുകയാണ് ഞങ്ങളപ്പോ. ഒരു കുളിരിൽ നിൽക്കുകയാണ് ശരിക്കും. പാല് പോലെ പാലരുവി. ഭയങ്കര കാറ്റാണ് ഇവിടെ. രക്ഷ കാറ്റാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഏറ്റവും മേളിൽ വന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. അപ്പം ശരിക്കും പാലരുവി കണ്ട് മനസ്സ് നിറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ അവനെ ഒന്ന് ഫീഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇത് ലേഡീസിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു സ്ഥലമാണ്. അതേപോലെ ഞാൻ അവനെ ഫീഡ് ചെയ്തു. പാല് ഫീഡ് ചെയ്ത ശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാനും മാളും കൂടെ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ എന്തെങ്കിലും മാത്രമേ കുളിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വണ്ടിയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലരുവിയിൽ വന്നിട്ട് ഈ ഒരു സംഭവമായിട്ട് കുളിക്കുന്നതല്ല, പക്ഷെ കുന്നിൻ്റെ മണ്ടിയിൽ നിന്ന് വരുന്ന നല്ല തണുത്ത വെള്ളം ദേഹത്ത് വീഴുമ്പോൾ ആഹാ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അത് അനുഭവിച്ച് തന്നെ അറിയാം കേട്ടോ.
അപ്പോൾ ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടറാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് പനിയോ കാര്യങ്ങളോ ജലദോഷം ഒന്നും പിടിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളങ്ങ് ഫ്രഷ് ആവും, മൈൻഡ് ഫ്രഷ് ആവും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അപ്പം ഇവിടം കൊണ്ട് തീരുന്നില്ല, സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.